നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കിംഗ് വ്ളോഗും ഫുഡ് കഴിക്കലും ക്ലീനിങ്ങും ഒന്നല്ല കേട്ടോ. ഇന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെക്ഷനാണ്. നമ്മുടെ പെണ്ണുങ്ങൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ല ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം ഇതല്ല. ആദ്യം ഞാൻ അന്ന് പറഞ്ഞല്ലോ, നമ്മളിവിടെ പറമ്പത്താവിലെ പൂരത്തിന് പോയപ്പോൾ കമ്മൽ വാങ്ങി എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കമ്മൽ കളക്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൂജിട്ട് എടുത്തത് ഏതാ പറമ്പത്ത് കാവിലത്തെ ഇതതിൻ്റെ മുന്നേ എനിക്കും കണ്ണൻകുട്ടിക്കും ഇത് എനിക്കും പൂജിട്ടിക്കും കൂടെ കണ്ണൻകുട്ടി കൊടുത്തതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈൻ്റെ എനിക്ക് ബ്ലാക്കും പൂജിട്ടിക്ക് സിൽവറും ബ്ലാക്കും. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് ഡ്രസ്സാണെങ്കിലും ഇങ്ങനത്തെ ഓർണമെന്റ്സ് സ്റ്റഡോ മാല എന്തോ ആയിക്കോട്ടെ, വള ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതവൻ എനിക്ക് ബ്ലാക്കും കൊണ്ടു തന്നു. പൂജിട്ടിക്ക് സിൽവറും ഇതാണ്ടോ, സിൽവറും ബ്ലാക്കും കൂടെ. അതിൻ്റെ ഒരു ഭാഗം ഇവിടെ പൊട്ടിട്ടോ. ഇത് പക്ഷേ നമുക്ക് ഒട്ടിച്ചിട്ടൊക്കെ ഇടുകയൊക്കെ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ. പിന്നെ നമ്മൾ പറമ്പത്താവിൽ അങ്ങനെ തെരഞ്ഞു പിടിച്ച് നടന്നിട്ട് ഇങ്ങനത്തെ ഒരു പിങ്ക് ശരണി എടുത്തു. ഇതിൻ്റെ ടോപ്പ് ഈ ഒരു പിസ്ത കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെയും കൂടെ എടുത്തു കേട്ടോ. ഇടാൻ 20 രൂപയൊക്കെ ഉള്ളൂ. ഒക്കെ കുഞ്ഞു കുഞ്ഞു വിലയുടെ കമ്മലുകളൊക്കെയാണ്. കൂടുതൽ സ്റ്റഡാട്ടോ ഇടുക. പണ്ടൊക്കെ പറഞ്ഞാൽ എന്താണ് മോള് ജിമിക്കാണ് ഇടുക, വലിയ ഞാൻ കാണിച്ചു തരാം അതൊക്കെ. ഇത് നമ്മൾ പറമ്പത്താവുന്ന് മേടിച്ചത് കേട്ടോ. ഇങ്ങനത്തെ ശരണിക്കും എനിക്കും പിന്നെ ഇത് പൂജിട്ടിക്കും കൂടെ ഞാൻ വാങ്ങിയതാണ്. എന്താ ഇത് നമുക്ക് സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല രസമുള്ള കമ്മലുകളാട്ടോ. 50 രൂപയ്ക്കേ ഉള്ളൂ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ റേറ്റ് കൂടും. അതിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്താ വെച്ചാൽ ഷോപ്പിൻ്റെ റെൻറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയെന്നല്ല. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ലാഭവും കാര്യം കിട്ടണമല്ലോ. അങ്ങനെ ഒന്നിനെ തരം താത്തി ഒന്നിനെ താക്കി പറയണല്ല. പൂരപ്പറമ്പിൽ എന്ന് പറയുമ്പോൾ അവർക്കത് അവർക്കുള്ള ലാഭത്തിനനുസരിച്ചല്ലേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ജിംക്ക് എടുത്തു. സ്റ്റെഡ് പിന്നെ പൂജിട്ടേക്ക് അത്ര വലിയ താല്പര്യമില്ല. അവൾ കുഞ്ഞ സ്റ്റെഡൊക്കെ ഇടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവൾക്ക് അത് അവിടെ ഉള്ളതൊന്നും കിട്ടിയില്ല. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സിന് അനുസരിച്ചൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട്. ചൂടിന്റെ ഫാൻ ഇടുമ്പോഴേ ഫാൻ അല്ലെങ്കിൽ ഒരു സൗണ്ടാ. അപ്പൊ ആകെ ഇതായി പോകും. അപ്പൊ പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള പണ്ട് ഒരുപാട് എൻ്റെ അടുത്ത് കമ്പനികളുണ്ടായിരുന്നു. കൊറേ കേടുകയും ചെയ്തു, കൊറേ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിള്ളേര് നമുക്ക് റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുള്ള ബാക്കിയാണ് ഇത്. ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ആയിട്ടാണ് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കിതിനോടൊപ്പം വലിയൊരു ഇമ്പം തോന്നണില്ല. പൂജിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് കളിയാക്കും. പണ്ടത്തെ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഈ ഒരു സിൽവർ ടൈപ്പ് കളറാട്ടോ എനിക്ക് ഇഷ്ടം. ആ പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ കാണിച്ചിട്ട് ഈ ചേച്ചിയാണോ ഇത്? ഈ ചേച്ചി മൂക്കുത്തി ആയാലും എന്തായാലും എനിക്കൊരു സിൽവർ കളറ് ബ്ലാക്ക് കളറ് ആണ് ഇഷ്ടം. ഇങ്ങനത്തെ വലിയ വലിയ ചുമക്കൊക്കെയാണ് ഞാൻ ഇട്ട് പോയിരുന്നു കേട്ടോ. ഞാൻ വർക്ക് ചെയ്യാൻ പോണ സമയത്തൊക്കെ എങ്ങനെയാ വെച്ചാലേ ഈ ഭയങ്കര ഓറഞ്ച് അല്ലെങ്കിൽ റോസ് കളറ് മുത്തൊക്കെ ഉള്ള ഡ്രസ്സ്, വലിയ സിന്ദൂരവും പൊട്ടും വലിയ കമ്മലും അങ്ങനെയൊക്കെയാണ് മോള്. അതൊക്കെ കുറെ മുന്നേ 10 കൊല്ലൊക്കെ മുന്നേ കേട്ടോ. 10-12 കൊല്ലം മുന്നത്തെ കാര്യം. ഇതിലെ ഫോട്ടോസൊക്കെ പോയി ഭാഗ്യം. എന്നാലും പൂജിട്ട് ഫോട്ടോസ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ അന്നൊക്കെ ഇടുമ്പോ എനിക്ക് അന്നൊക്കെ ഇഷ്ടമായിരുന്നു. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അല്ലേ ഒരു 5 കൊല്ലം, ഒരു 6 കൊല്ലം, 7 കൊല്ലം, 10 കൊല്ലം ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ വരും. അന്നിട്ട കമ്മലും ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അയ്യോ ഇതൊക്കെ ആയിരുന്നോ എന്നൊക്കെ തോന്നിപ്പോവും. കൊറേ നമ്മൾ ഇടാത്ത കൊറേ കമ്മലുകളുണ്ട് കേട്ടോ അവിടെ. കമ്മലായാലും ഞാൻ ഇന്നാളിപ്പോ ഇതൊക്കെ ഇതാണ്ടോ, ഇതൊക്കെ എനിക്ക് അന്ന് നല്ല ഇഷ്ടമായിട്ട് കാണുന്നുണ്ടോ. ഞാൻ എങ്ങനെയൊക്കെയാ പിടിക്കുന്നത്. ഇതാ കണ്ടോ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അന്ന് വാങ്ങിയതാട്ടോ. ഇങ്ങനത്തെ ഈ പച്ച ഡ്രസ്സിലേക്കൊക്കെ കണ്ടാവാ ഡ്രസ്സാ. ഇതൊക്കെ ഇട്ടിട്ട് പോലും. പിന്നെ കുറെയൊക്കെ ഫ്രണ്ട്സൊക്കെ ഈ കമ്മൽ പ്രാന്തുള്ളതുകൊണ്ട് നമ്മുടെ ബർത്ത്ഡേക്ക് ആയാലും അങ്ങനത്തെ സംഭവത്തിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാം ഇങ്ങനെ ഡ്രസ്സും കമ്മലും. ഇതിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് വെച്ചിട്ട് ഇതിനു വേണ്ടി ഒരുപാട് ക്യാഷ് ചിലവാക്കില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ 20 രൂപ 50 രൂപയ്ക്കൊക്കെ ലാഭത്തിൽ ഈ പൂരപ്പറമ്പിലും പറഞ്ഞ പോലെ കടയിലൊക്കെ നമ്മൾ നോക്കിയിട്ട് 15 രൂപ 10 രൂപ 20 രൂപയുടെ ഒക്കെ കുഞ്ഞ സ്റ്റഡ്. ഇതിനൊക്കെ പക്ഷെ റേറ്റ് ഉണ്ടാവും കേട്ടോ. കടയിലൊക്കെ 100 സംതിങ്ങും ഒക്കെ വരും. പക്ഷെ ഇങ്ങനെ ഉത്സവ പറമ്പിലൊക്കെ ആകുമ്പോൾ നമുക്ക് ലാഭമായിട്ട് കിട്ടും. ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കി ഇട്ടിട്ടുള്ളൂ. പക്ഷെ കളയാൻ വേണ്ടിയിട്ട് തോന്നൂല്ല. അപ്പം അതൊക്കെ അങ്ങനെ വെച്ചിരിക്കുക. ഇതിന്റെ കളർ ഇതല്ല കേട്ടോ, കുറച്ചും കൂടി ഒരു വേറൊരു ഷെയ്ഡ് കളറായിരുന്നു.
അതുപോലെ ഇതാ അങ്ങനെയൊക്കെ ഒരുപാട് ജിംകിയുടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ നിറയെ ഇപ്പൊ മോളുവിന് ജിംകി തീരെ ഇഷ്ടമല്ല. എനിക്കിപ്പോ ഇടാനൊരു സുഖം, ഇടാതെ എനിക്കിപ്പോ എന്തോ, എനിക്ക് പുറത്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവാണെങ്കിലും ഞാൻ എൻ്റെ അടുത്ത് വേറൊരു കമ്മലുണ്ട്, അതേ ഇടുള്ളൂ. ഇതിപ്പോ കണ്ടപ്പോ നമുക്ക് വിഷുവിനൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കൊറേ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോ എന്താ ഇപ്പൊ അടുത്ത് ഇതൊക്കെ റെഡി ആക്കുമ്പോഴാണ് ഇത്ര തോന്നുള്ളത്. ഒരുപാട് കളർ പോയതും കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ കമ്മല് ആരുടെയൊക്കെയോ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതെ സോറി. അപ്പൊ ഇതാ ഇനി ഇതാ ഇങ്ങനത്തെ ഒരേ പോലത്തിന്റെ ഒക്കെ വേറെ ഒക്കെ ടൈപ്പൊക്കെയാവും ഉണ്ടാവുക. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടാട്ടോ. ഒരുപാട് ഈ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ്റെ റിലേറ്റീവ്സിലൊരു മേമുണ്ട്. മേമയും കമ്മലൊക്കെ ഉണ്ടെങ്കിൽ മുന്നൊക്കെ മേമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇതിനോട് കമ്മൽ പ്രാന്താണെന്ന് അറിയാം. കൂടെ വർക്ക് ചെയ്യണ കൂടെ പിള്ളേരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും എല്ലാവരും അധികം ഗിഫ്റ്റ് ചെയ്യാൻ ഡ്രസ്സും കമ്മലാണ്. അതുകൊണ്ട് ഇത് ഒരുപാടുണ്ടാവും. കമ്മല് നെയിൽ പോളിഷ് ഒക്കെ കൊറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ അധികമൊന്നും ഇല്ല. അതിനൊക്കെ കൊടുത്ത് തീർത്ത് നമ്മളിങ്ങനെ ഞാൻ അങ്ങനെ വെച്ചിരുന്ന് നമ്മൾ ഉപയോഗിക്കാതിരിക്കില്ല. ആരെങ്കിലും വന്ന് അവർക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്തോളാം, നമ്മൾ അങ്ങനെ കൊടുക്കും. അങ്ങനെ നമ്മളെടുത്ത് ഇങ്ങനെ കുറെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതൊരാള് ഇടാൻ അവർക്ക് പറ്റെങ്കിൽ ഡ്രസ്സ് ആയാലും എന്തായാലും അങ്ങനെയാണ് ചെയ്യാറ്. അതിനൊരു തൂങ്ങലുണ്ടായിരുന്നു. അപ്പൊ ആ തൂങ്ങല് കളഞ്ഞിട്ട് ഞാൻ സ്റ്റഡ് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. ഇത് നിറയെ സ്റ്റഡാണ് കേട്ടോ. ഇതിലിപ്പോ നിങ്ങൾക്ക് എങ്ങനെയാ ഞാൻ കാണിക്കാം. ഇതാ കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകളൊക്കെയാണേ. ഇതങ്ങോട്ട് എടുത്തോണ്ട് വരും. ഇതാ ഇങ്ങനത്തെ നമുക്ക് ഡെയിലി ഒക്കെ ഇടാൻ പറ്റണേ കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകൾ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമുക്കിപ്പോ ഡെയിലി ഒക്കെ ഇടാം കേട്ടോ. അത്രയും കുഞ്ഞു സ്റ്റഡ്. ഇപ്പൊ ഇതാണ് ഇപ്പത്തെ ട്രെൻഡ്. ഇപ്പൊ ഇഷ്ടം ഇങ്ങനത്തെയൊക്കെയാണേ. ഈ ഒരു ജിംകി എനിക്ക് നല്ല ഇഷ്ടാട്ടോ. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയ്ക്കും പുറത്തൊക്കെ ബ്ലാക്ക് ഡ്രസ്സിനൊക്കെ ഇടുമ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇപ്പം ഇഷ്ടം. ഇതൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യണതാവേ. പക്ഷേ ഇതൊക്കെ കുറച്ച് പൊന്തിച്ച് പിടിച്ചേ പറഞ്ഞാൽ ഇതൊക്കെ കുറച്ച് വലുതാവുകൊണ്ട് ഇടുമ്പോൾ ചിലത് നമുക്ക് ഇടുമ്പോൾ ഒരു സുഖം കിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ വെക്കും. ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാത്തേക്കും രസമെടുത്തും. മൂക്കുത്തിയൊക്കെ കഴിയുമ്പോൾ നല്ല രസമാവട്ടോ. അങ്ങനത്തെ കിട്ടിയാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഈ ഒരു സിൽവറിൽ ബ്ലാക്ക് ഒക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത്ര പോകുന്നത് ഇതാണ് ഞാനിടൽ. അധികം ഞാൻ ഇപ്പോൾ വീട്ടിലിടുന്നത് ഇങ്ങനത്തെ ആവും കേട്ടോ. ഈ ഒരു കമ്മൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം കളറ് പോയിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ കല്ല്, ഇതൊക്കെ 10 രൂപക്ക് 15, ഇതൊക്കെ 10 രൂപയുടെയൊക്കെയാണ് കേട്ടോ. ഒക്കെ ബ്ലാക്ക് ആയിരിക്കും കൂടുതൽ വരിക. അങ്ങനെയുള്ള കുറച്ച് കമ്മൽ ഐറ്റംസ് ഒക്കെയാണ്. അപ്പം നമ്മൾ ഇതുവരെയൊക്കെ കണ്ടത് സിൽവർ ഐറ്റംസും ഈ പറഞ്ഞ പോലെ കുഞ്ഞ് സ്റ്റഡൊക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗോൾഡാണ് കേട്ടോ. ഒരു ഗോൾഡ്, ഇത്രയും ഗോൾഡും കാര്യങ്ങളും നമ്മുടെ അടുത്തുണ്ട്. ഇത് വിറ്റാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇപ്പം നമ്മുടെ കടബാധ്യതകളൊക്കെ. പക്ഷെ ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കില്ല. എനിക്ക് ഗോൾഡ് വിൽക്കുക അതല്ല, എനിക്കിഷ്ടല്ല ഗോൾഡ് വിൽക്കുക, പണയം വെക്കുക. അതല്ല നല്ലൊരു അപ്പൊ അതുകൊണ്ട് ഞാനിതൊന്നും അവർക്ക് കൊടുക്കാണ്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ റോൾ ഗോൾഡ് ആണ് കേട്ടോ. നമ്മുടെ ഈ എന്താ പറയുക ഗ്യാരണ്ടി ആഭരണം. ഇതൊക്കെ ഒരു പ്രാന്തിൽ ഏതൊക്കെയോ കാലത്തൊക്കെ വാങ്ങണതാട്ടോ. ഇതൊന്നും ഞാൻ ഒരു 3 കൊല്ലത്തിന്റെ ശേഷം ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറേ ഇല്ല. ഇതൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഇത് എനിക്കിഷ്ടാട്ടോ. ഇങ്ങനത്തെ കുഞ്ഞായിട്ട് ഇതൊക്കെ എനിക്കിഷ്ടമാണ്. ഇത് ഞാൻ ഇപ്പം ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴൊക്കെ ഇടാറുണ്ട് കേട്ടോ. എന്നാലും ഒരു കൊല്ലത്തൊക്കെ ആയി വല്ല കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ. മറ്റേതൊക്കെ പണ്ടൊക്കെ കല്യാണത്തിന് ഒരു 3-4 ഗ്യാരണ്ടി വേണം. അന്നത്തെ മൈൻഡൊക്കെ അങ്ങനെയാണല്ലോ. അന്നത്തെ മൈൻഡ് നമുക്ക് പറഞ്ഞാൽ സിന്ദൂരം അപ്പത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച് സിന്ദൂരം തൊട്ടാലാണ് നമുക്ക് ഭർത്താവിനോട് സ്നേഹമുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ്. താലിങ്ങൾ കാണണം അപ്പോഴാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അതൊന്നും നമ്മളൊന്നും ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നതാവില്ല ഇപ്പത്തെ ആൾക്കാർ. ചിലർക്ക് അത് ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല. തലയും സിന്ദൂരൊക്കെ അത്രയും ഇതായിട്ട് കാണുന്നവരുണ്ട്. അതിനെ കുറ്റം പറയാതെ അതിന് മോശം പറയൊന്നല്ല. ഇപ്പൊ ഇടാറില്ല. ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവരോട് സ്നേഹക്കുറവോ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് സ്നേഹം കൂടുതലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇവിടെ ഇപ്പോൾ എൻ്റെ പിള്ളേർക്കും അവർക്കും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എനിക്കും കുഴപ്പമില്ല. അങ്ങനെ ഇട്ടോളം നിർബന്ധമുള്ള ആൾക്കാരൊന്നും അല്ല. ഇട്ടില്ലാച്ചിട്ട് കുഴപ്പമുള്ള ആൾക്കാരും അല്ല. അതുകൊണ്ട് പുറത്തുള്ള ആൾക്കാർക്ക് കാണുന്ന ആൾക്കാർക്കാണ് വലിയ പ്രശ്നം, കുടുംബക്കാർക്കൊക്കെ. നമുക്ക് വിഷയമില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ അങ്ങനെ കേട്ടോ. അപ്പം ഈ കണ്ട ഗോൾഡൊക്കെ വിറ്റാൽ തീരണ കടങ്ങളേ ഉള്ളൂ ഇപ്പം നമുക്ക്. പക്ഷെ ഇത് വിൽക്കാൻ വേണ്ടിയിട്ടും പണയം വയ്ക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല. ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇതൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഓൺലൈനിൽ നിന്ന് സ്റ്റഡ്
ഇങ്ങനത്തെ ഒപ്പം കിട്ടിയത് ഇതൊക്കെ ഒരു കോംബോ പോലെ വെറുതെ ഒരു പ്രാന്തില് ഒരു സമയത്ത് അങ്ങനെ ഇടും. ഞാൻ ഇതൊക്കെ എങ്ങനെ ഞാൻ വിചാരിച്ചത് കുഞ്ഞതാണ് നട്ടാ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമായതാണേ. കണ്ടോ, കാണാൻ പറ്റില്ലേ? പക്ഷെ പിന്നെ വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു മഞ്ഞച്ച കളറാണ് ഉള്ളത്. അപ്പൊ പിന്നെ അത് ഇടാൻ വേണ്ടിട്ടും പറ്റില്ല. ഇത് കഴിഞ്ഞ വിഷുവിന് കഴിഞ്ഞ വിഷുവിനല്ല, നമ്മുടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റില് ദീപാവലിയുടെ അന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിനകത്ത് നമ്മൾ സാരി ഉടുത്തിട്ട് ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ദീപാവലിയുടെ അതിനോടനുബന്ധിച്ച്. ഞാനും അപ്പൊ അതിനകത്ത് നമുക്ക് പച്ച ബ്ലൗസും ഒരു റെഡ് കളറ് സാരി ആയിരുന്നു. കുഞ്ഞാ ഇത് കിട്ടു കുടുങ്ങിയടാ. ഓക്കെ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് കണ്ടോ, നല്ല രസമാട്ടോ. ഇത് കണ്ടിട്ട് കണ്ടോ, അപ്പം ഇട്ടിട്ട് പിന്നെ അത് ഇട്ടിട്ടില്ല. പച്ച കളർ, പച്ച ഇതിനിങ്ങനെ ജിമിക്കി ഉണ്ടോ, ഇതിലേക്ക് നല്ല രസമുണ്ട്. മാല ഇതൊക്കെ ഇങ്ങനെ തെരുവന. ഇത് ആ സാരിയിലേക്ക് അതും അന്നൊരു പ്രാവശ്യം മാത്രം ഇതിങ്ങനെ നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് ഈ മാല. എൻ്റെ ആഭരണങ്ങൾ അന്നിക്ക് ഇതില് മത്സ്യതരത്താളിൽ ശോഭനയുടെ അടുത്ത് ആഭരണം കിട്ടിയ പോലെ നല്ല രസം. ഇതും ഇതിന്റെ സ്റ്റെഡാണ് ഇത്. അതിലേക്ക് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ഇത് വാങ്ങിയിട്ട് അങ്ങനത്തെ ജിമിക്ക വാങ്ങിയേ. രസം ഉണ്ടാവും. ഉണ്ടാ നമ്മൾ ദൂരിട്ട് തിട്ടരാം. ഓക്കെ, ഏതായാലും നമ്മൾ വീഡിയോയിൽ ഇരിക്കല്ലേ. എനിക്ക് ഈ പച്ച കളറ് പിന്നെ ഇഷ്ടമാണ് കളറാട്ടോ ഈ പച്ച. ഇന്ത്യയിൽ അധികം പച്ച ഉണ്ടായിരുന്നില്ല. പച്ച വെച്ചാല് റെഡും ബ്ലാക്കും ആയിരുന്നു കൂടുതൽ. ബ്ലാക്ക് ആയിരുന്നു കൂടുതൽ കേട്ടോ. എങ്ങനെ തട്ടി തിരിഞ്ഞ് ഞാൻ ചെന്നെടുത്താലും റെഡും ബ്ലാക്ക് ആവും കിട്ടാം. അപ്പൊ ഇതായിരുന്നു, ഇതൊക്കെ നല്ല ഇഷ്ടമാട്ടോ. അപ്പൊ അത് കാരണം ഞാൻ ഇങ്ങനെ ഒരു നമ്മുടെ മടപ്പെട്ടിയല്ല, ഇങ്ങനെ ഒരു ആഭരണക്കിടിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ മാലയൊക്കെ ഇപ്പൊ കോപ്പോ ഇങ്ങനെ കുഞ്ഞ് സിമ്പിള് ആയിട്ടുള്ള കെട്ട ഇങ്ങോട്ട്. പിന്നെ ഇതാണ് ഇപ്പൊ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇടണ മാല. ഇതും ഈ പറഞ്ഞ പോലെ 150 രൂപ 200 രൂപയുടെയൊക്കെ തങ്കം ഗോൾഡ് പറയും നമ്മുടെ വളാഞ്ചേരി ഉണ്ട്. അവിടെ നിന്നാട്ടോ നമ്മൾ ഇതൊക്കെ മേടിക്കുക. അപ്പോൾ കളർ പോയി കഴിഞ്ഞാൽ അവർ മുക്കി തരുകയും ചെയ്യും, ഒക്കെ ചെയ്യും. അങ്ങനെ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇടുക, അത്രേ ഉള്ളൂ. പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും എടുത്തിട്ടിട്ട് പോകും. പിന്നെ കയ്യിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കമ്മലാട്ടോ ഇത് ഞാൻ പിന്നെ എവിടെ പോവാണെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് കാരണം അമ്മയ്ക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. അങ്ങനത്തെ കുഞ്ഞ് ജിമിക്ക. അപ്പൊ ഈ ഇങ്ങനത്തെ കളറുള്ളതൊക്കെ ഞാൻ എന്താക്കും വെച്ചാല് ഒരു ഇതിലിട്ട് വെച്ചാല് കളർ പോവില്ല. എന്തൊരു ചൂടാ, കളറ് പോവില്ലല്ലോ. പിന്നെ ഇതൊക്കെ ഈ ഒരു റിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർണ്ണമല്ല എന്ന് ആരെങ്കിലും പറയുക. കണ്ടോ എന്ത് രസമാണ് കാണാന്നറിയോ. ഇതിന്റെ കളറൊന്നും പോയിട്ടില്ല കേട്ടോ. ഒരു കൊല്ലത്തോടൊക്കെ, ഒരു കൊല്ലൊന്നും അല്ല, ഇതിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടേ. ഇതാണ്ടോ വേറെ ഒന്ന് ഇതായവന ഇതാണ്ടോ ഇങ്ങനെ. ഇതൊക്കെ ഒരുപാടായിട്ടോ. ഇല്ല കേട്ടോ, അത് മുന്നേ ആയിട്ടായിരുന്നു, ഇപ്പല്ല. ഇങ്ങനത്തെ ഒന്നും കളറേ പോവില്ല കേട്ടോ. അവിടുന്ന് വാങ്ങണ നമ്മൾക്ക് നോക്കി വാങ്ങാൻ വേണ്ടി പറ്റണം ആ കടയിൽ നിന്ന്. മഞ്ഞ കളർ എടുക്കരുത്, ഒരു ഗോൾഡൻ കളർ. അത് നമുക്ക് നോക്കി വാങ്ങിയാൽ ഇതിപ്പോ ഒരു കൊല്ലമല്ല 2 കൊല്ലമൊക്കെ ആയി ഇത് വാങ്ങിയിട്ട്. ഇതിന്റെ ഒരു കളറ് പോയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. അവിടെ നിന്നാണ് നമ്മൾ വാങ്ങുക. ഇതൊക്കെ കുറെ മുന്നത്തെ, ഇത് വെറുതെ ഇങ്ങനെ കഴിച്ചതിന് പോലെ. അപ്പൊ നമ്മുടെ ആഭരണ വിശേഷങ്ങളാണ് ഇന്നത്തെ കേട്ടോ. ഇതും അവിടെ നിന്ന് വാങ്ങിയത് തന്നെയാണ്. ഒരു റെഡ് കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ബ്ലൂ കണ്ടോ, ബ്ലൂ സ്റ്റോൺ ഉണ്ടോ. അങ്ങനത്തെയൊക്കെയാണ് നമ്മുടെ ഓർണമെന്റ്സിന്റെ കളക്ഷനാണ്. ഇതെനിക്ക് ശരണ്യ തന്നതാണ് കേട്ടോ. പിങ്ക് കണ്ടോ, പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുതില് ഇങ്ങനെ അമ്മമ്മമാരൊക്കെ കമ്മല് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ അമ്മമ്മമാരല്ല, കുറച്ച് വലിയ ചേച്ചിമാരൊക്കെ ഇട്ടായിരുന്നു ഇങ്ങനത്തെ മുത്ത് അതിന്റെ പോലെ ഒരു മാല കല്ല് വെച്ചിട്ടുള്ള. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കുറച്ച് പ്രായമുള്ള അമ്മമാരൊക്കെ ഇട്ടിട്ട്. അപ്പൊ അവള് തന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്വർണ്ണാഭരണങ്ങളല്ല കേട്ടോ, ഇങ്ങനത്തെ ഈ ആഭരണം. ഇതൊക്കെ ഇതിലിട്ടു കേട്ടോ. ഞാൻ ഇങ്ങനെ ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ ഗോൾഡ് ആയിരുന്നെങ്കിൽ ഇതൊക്കെ വെറ്റ് പെറുക്കി നമ്മുടെ ബാധ്യതകളും ടെൻഷനും എടുത്ത് തീർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക സ്റ്റെഡും കമ്മലിൻ്റെ ഒക്കെ കളക്ഷൻ. ഇനി ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷനല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. പൂജിറ്റിക്കൊക്കെ ഞാനും പൂജിറ്റിക്കല്ലേ ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 കൊല്ലമല്ലേ ആണ്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെ തുടങ്ങിയത്.
അതിന്റെ മുന്നേ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു ഉണ്ടാവും. പുറത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ തുടയ്ക്കും, ഇട്ടിട്ട് നമ്മളിങ്ങനെ തുടയ്ക്കും അല്ലേ, തുടച്ചിട്ടാണ് കുറച്ച് ആക്കിയിട്ട് ഇങ്ങനെ ആക്കും. അത്ര തന്നെ. അത് ഇട്ടു എന്നൊരാൾ അറിയാനും പാടില്ല എന്നാൽ നമുക്ക് ഇടാൻ വേണം. എൻ്റെ ഏട്ടനൊന്നും തീരെ ഇഷ്ടം, അവനൊക്കെ വേറെ പൊട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് ചടപ്പിക്കുക ചെയ്യുക. അപ്പോൾ ആ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ മടിയായിരുന്നു കേട്ടോ, മടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇടുമ്പോഴേക്കും ഒരു നോട്ടൊക്കെ നോക്കും ചിലവർ നമ്മളേനെ, അങ്ങനെയൊക്കെ. ഇത് ആ ഒരു ലെവല് മനസ്സിലാവുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മടിയോ നമ്മുടെ ഇപ്പൊ ഞാൻ ആ നോമ്പിന്റെ അന്ന് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക്ക് എഴുതിയിട്ടില്ല എന്ന്, നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിക്ക് ചെയ്യാൻ ആ ഒരു ലെവലുണ്ട്. നമ്മുടെ മുഖം തന്നെ ആകെ മാറും. അത് ഇട്ടിട്ടിട്ടിട്ട് അങ്ങോട്ട് ശീലമായിട്ട് നമുക്ക് തന്നെ ഒരു കംഫർട്ട്. സംഭവം ശരിയാണ്, ഇടുന്നത് നല്ല കാര്യമൊന്നുമല്ല, പക്ഷെ ഇപ്പൊ ആരും ഇടാണ്ട് ഇരിക്കാറില്ലല്ലോ. പിന്നെ ഒരു ജന്മല്ലേ ഉള്ളൂ, അത് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങോട്ട് പോവുക, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നതുകൊണ്ട് ആർക്കും വലിയ പാടൊന്നുമില്ലല്ലോ. ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അതിൻ്റെ അടി തുറന്ന് വരെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, അടുത്തത് മേടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ എക്സാമോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണെന്നാവോ വ്യൂസൊക്കെ കുറച്ച് കുറവാണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറേ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ എന്തോ അറിയില്ല. അപ്പം നിങ്ങൾ എക്സാം ആണ്, അപ്പോൾ പിള്ളേർ പഠിക്കുക, വീഡിയോ കാണണമെന്ന് നമ്മൾ ആരും നിർബന്ധിക്കുക ഒന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.